ഇപ്പൊ എല്ലാരും ട്രേസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. പിക്ചർ ട്രേസ് ചെയ്ത് കാണുമെന്ന് വിചാരിച്ചിട്ട് ട്രേസ് ചെയ്തവർക്ക് എന്റെ ഒപ്പം ബാക്കി പണി ചെയ്യാം, അല്ലാത്തവര് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും ലൈൻസ് വരുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയോ എല്ലാവർക്കും? കണ്ടില്ല, അതായത് എല്ലായിടവും ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോർഡർ വരയ്ക്കണം. ഇതിങ്ങനെ ഒരു ഔട്ട്ലൈൻ ഇല്ലാതെ ഇരിക്കുകയല്ലേ ഇവിടെയൊക്കെ. നമുക്ക് പെയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വരെ ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ബോർഡർ 4 സൈഡിലും ബോർഡർ വരയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ശരിക്കും നമ്മളിത് ചെയ്യേണ്ടത് ഒരു ടീ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ടീ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഇത് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഈ അറ്റത്ത് വരുന്ന ഒരു സാധനം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇത് വരയ്ക്കാനായിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ വയ്ക്കുക, നമ്മൾ ഏത് വരെ വരച്ചിട്ടുണ്ടെന്ന് നോക്കുക. അതായത് എല്ലാ അറ്റവും കാണാമല്ലോ, അതിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ സ്കെയിൽ വെക്കണം. കണ്ടോ, ഒരെണ്ണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വെച്ച് വരയ്ക്കുക. ഈ സൈഡ്, അകത്തെ സൈഡ് നമ്മൾ ബോർഡർ പെൻസിലിട്ട് ലൈറ്റ് ആയിട്ട്, ഒരുപാട് ഡാർക്ക് ആക്കണ്ട, ലൈറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, അങ്ങ് അറ്റം വരെ. നമ്മൾ എവിടം വരെ പെയിന്റിങ് ഉണ്ടോ ഇത് വരെ, ഇവിടം വരെയാണ് നമ്മുടെ ട്രീയുടെ ലീഫ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും വരണം. അങ്ങനെ തന്നെ വച്ചിട്ട് മറ്റേ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇത് നീങ്ങി പോവാതെ സൂക്ഷിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടും. പിന്നെ ഇതിന്റെ നമ്മുടെ ഈ ലൈൻസ് എവിടം വരെ വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഇത് കണ്ടില്ലേ, ഇവിടം വരെ വന്നിട്ടുണ്ട് ഈ ലൈൻസ്, ട്രീയുടെ ലൈൻസ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. സോ നമ്മൾ അതായിരിക്കണം ഏറ്റവും അറ്റത്ത് വയ്ക്കുക. അവിടെ വെച്ച് വേണം സ്കെയില് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോകണം. ഇവിടെ ഈ അറ്റം ചേർന്ന് വേണം ഇരിക്കും. ഇങ്ങനെയൊക്കെ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പടത്തിന്റെ ബോർഡർ ആകെ മാറിപ്പോകും. സോ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഈ വരയോട് ചേർത്ത് വയ്ക്കുക ആദ്യത്തെ സ്കെയില്. രണ്ടാമത്തത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് പിടിച്ചോളാം. പിടിച്ചു വെച്ച ശേഷം ബോർഡർ പതുക്കെ വരയ്ക്കുക. ഇരിക്കുന്ന സ്കെയിൽ ഏതുവരെ ഉണ്ടോ അതുവരെ വരയ്ക്കുക. സൂം ഔട്ട് ചെയ്യാനുള്ള വഴിയില്ല അല്ലേ സ്നേഹ? ഇല്ല ആന്റി, ഇത് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ടല്ലേ ക്യാമറന്റെ സ്റ്റാൻഡ്. കുറച്ചും കൂടി ഏരിയ കാണത്തക്കവണ്ണം വെക്കാനായിട്ട് ഒരു മാർഗമില്ല അല്ലെ? ഇല്ല, കുറച്ച് വിട്ട് വെക്കണ്ടേ. ട്രൈപ്പോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റും. ആ അതെ അതെ. അത് ഇത് മറ്റേ ടേബിളിൽ ഇങ്ങനെ കുടുക്കി വെക്കുന്ന ടൈപ്പ് അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. ട്രൈപ്പോഡ് മറ്റേ എക്സ്ട്രാ അതുണ്ടാവും. നോക്കാം, പിന്നെ വാങ്ങിക്കാതെ. ബാക്കി അതിന്റെ കൂടെ ചേർത്ത് വെച്ച് തന്നെ ഇതുവരെ വരച്ചല്ലോ, അതിൻ്റെ ഒപ്പം ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്നും വെച്ച് വരയ്ക്കരുത്. കറക്റ്റ് ആ സ്കെയിൽ അതിനോട് ചേർത്ത് വെച്ചിട്ട് താഴെ ഏതുവരെ ഉണ്ടോ ഒറ്റയടിക്ക് വരയ്ക്കും. വലിയ സ്കെയിൽ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് ഇനി അറ്റത്തോട്ട് വരയ്ക്കുക. ഏതുവരെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതുവരെ വരയ്ക്കുക. കാണാൻ പറ്റുന്നില്ല, ഈ സൈഡ് കാണിച്ചില്ല. ഇവിടെ കാണാമല്ലോ, ഈ സൈഡ് എൻഡ് നമുക്ക് ഇവിടെ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. നമ്മൾ എടുത്ത പിക്ചറിൽ ഇവിടം വരെ വന്ന് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ സൈഡ് ഇവിടം വരെയും ഇവിടം വരെയും പടത്തിലുള്ളൂ. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ച് ഫില്ല് ചെയ്യണേ എല്ലാവരും. ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് വരച്ചാലും മതി. അതുപോലെ ഈ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യണം. ഇവിടം വരെ വന്നിട്ടുണ്ടാവുള്ളൂ നമ്മൾ ട്രേസ് ചെയ്തത്. അത്ര ഒന്ന് ഫില്ല് ചെയ്തിട്ട് സ്കെയിൽ വീണ്ടും ഇങ്ങനെ വെച്ച് ഈ സ്കെയിൽ ഇവിടെ ഈ വരയോടുകൂടി ചേർത്ത് വെക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കാം. ലൈറ്റായിട്ട് വരച്ചാൽ മതി കേട്ടോ, ഒരുപാട് ബലം കൊടുക്കണ്ട. ഇനി പെൻസിലിന്റെ ആ ലെഡൊക്കെ അതിൽ വീഴും നമ്മൾ ബലത്തിൽ വരച്ചു കഴിഞ്ഞാൽ.
പിന്നെ ലാസ്റ്റ് സൈഡ്, ഈ സൈഡും അതുപോലെ. വരയ്ക്കാൻ അറിയാവുന്നവർക്ക്, ഒരു ഐഡിയ ഉള്ളവർക്ക് ഈ സ്കെയിൽ 2 ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. കാണാം, അത് മാക്സിമം എവിടെ വരെ വന്നിട്ടുണ്ടെന്ന് നോക്കുക. അത്രയും നമ്മൾ നീക്കി വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഫുള്ള് കവർ ചെയ്യണം, ബോർഡർ ഫുള്ളും ഈ ഇതിനകത്ത് നിൽക്കണം. പടം ഈ നമ്മുടെ സ്ക്വയറിനകത്ത് വേണം നിൽക്കാൻ. കുറച്ച് പുറത്ത് പോയിട്ടുണ്ട്, അത് സാരമില്ല. ഞാൻ വരച്ചത് കൂടിപ്പോയതായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫുള്ളും സ്ക്വയറും കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ബോർഡർ വരച്ചത് കാണുന്നുണ്ടല്ലോ അല്ലെ? സൈഡ്, പിന്നെ ഇപ്പുറത്തെ സൈഡ്. സൈഡ് ഇതുപോലെ എല്ലാരും ഒന്ന് വരച്ചേക്കും ഇപ്പൊ തന്നെ. ഇതല്ലാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ വരച്ചാലും മതി. ഇത്രയും ചെയ്തിട്ട് വേണം നമുക്കിനി അടുത്ത ചെയ്യേണ്ടത് കളർ മിക്സിംഗ് ആണ്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ആദ്യം എടുക്കേണ്ടത് യെല്ലോ ഒക്കറാണ്. യെല്ലോ ഒക്കറും ലെമൺ യെല്ലോയും എടുക്കാം. സോറി കേട്ടോ, യെല്ലോ ഒക്കർ. ഇത് രണ്ടും എല്ലാരും എടുക്കണേ. എന്നിട്ടൊരു ബോട്ടിൽ എടുക്കാം. കുറച്ചൊരു വലിയ ബോട്ടിലായാൽ കൊള്ളാം. ഇത്രയുണ്ടത്. ഇതില് ഫസ്റ്റിൽ യെല്ലോ ഒക്കർ എടുത്ത്, നിങ്ങളുടെ ചെറിയ ട്യൂബ് ആയിരിക്കും. അപ്പൊ ഇത് 40 ml ആണ്. നിങ്ങൾ വാങ്ങിച്ചത് 20 ml 16 ml ഒക്കെ ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും. ഞാൻ ഇടുന്നതിനെക്കാട്ടിലും ഇത് കുറച്ച് കൂടുതൽ വീഴും. നമുക്ക് എത്ര വലിയ പടത്തിൽ ഫുള്ള് വേണം എന്നുള്ളത് കൊണ്ട് ഇത്രയും അങ്ങ് എടുക്കുക. കാരണം ഒന്നിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. യെല്ലോ ഒക്കറാണ് എടുത്തത്. യെല്ലോ ഒക്കർ തിരിച്ച് എങ്ങനെ വരുന്നേ? കാണാവോ നേരെ? തല തിരിച്ചാണോ കാണുന്നത്? അല്ല അല്ല, ഒരു അത് കറക്റ്റാ. ആ, ഓക്കെ. പിന്നെ വേണ്ടത് ലെമണല്ലോ. ലെമണല്ലോ എല്ലാരും ചേർക്കാറില്ല. ഞാൻ ആദ്യം പഠിച്ചതിൽ ലെമണല്ലോ കൂടി മിക്സ് ചെയ്താണ് പഠിച്ചത്. ഞാൻ ഈ രണ്ടാമത് പഠിച്ചതിൽ അക്രിലിക് കളേഴ്സും വാട്ടർ കളറും കൂടെ മിക്സ് ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ നമുക്കിപ്പോ കുറച്ച് ലെമണല്ലോ കൂടി ഇത് ചേർക്കാം. കുറച്ച് മതി കേട്ടോ. പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ കുറച്ച് മതി. ഇനി ഒരു ബ്രഷ് എടുത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ആവണം. ആയതിനു ശേഷം കുറച്ച് വെള്ളം. വെള്ളം ഒഴിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ. ഒരു ഇതുപോലെയൊന്നും കിടക്കാണ്ട, ഇങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല. നമ്മൾ മ്യൂറലിന് എപ്പോഴും വളരെ ഡൈലൂട്ട് ചെയ്താണ് എല്ലാ പെയിന്റും അടിക്കുന്നത്. കട്ടിയായിട്ട് ഇങ്ങനെ നമ്മൾ ആരോ ഡിസ്റ്റംബർ അടിച്ചെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഒന്നും അടിക്കാൻ പാടില്ല. കാരണം അത് ഇളകി പോകും. അത് മാത്രമല്ല ഫിനിഷിങ് കിട്ടില്ല വരയ്ക്കുന്നതിന്. നമ്മൾ വളരെ ഡൈല്യൂട്ട് ചെയ്യണം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ആദ്യമേ ഒരുപാട് ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് ഈ യെല്ലോ ഓക്കർ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം അവിടെ വച്ചേക്കണം. അതായത് അതില് കുറച്ച് എന്താ അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എപ്പോഴും മിക്സ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെക്കും. എന്നിട്ടാണ് അത് അടുത്ത നമ്മൾ ഇത് അവിടെ ഇരുന്നോട്ടെ. നമുക്കിനി വേറൊരു ബോട്ടിലെടുത്ത് അതില് കുറച്ച് സാബ് ഗ്രീൻ, സ്കാർലറ്റ് റെഡ്, സാബ് ഗ്രീൻ, സ്കാർലറ്റ് റെഡ്, പിന്നെ വേണ്ടത് സാബ് ഗ്രീൻ, സാബ് ഗ്രീൻ എല്ലാരേലും ഉണ്ടാവും. സാബ് ഗ്രീനും സ്കാർലറ്റ് ലേക്കും. വേറൊരു ബോട്ടിലെടുക്കുക. ഇതൊന്ന് കഴുകിക്കോട്ടെ, എന്തോ അതിൽ കിടക്കും. സോറി, ഒരു മിനിറ്റ്. നല്ല ബോട്ടിലായിരിക്കണേ, വൃത്തിയുള്ള. അതിലേക്ക് സ്കാർലറ്റ് ലേക്ക് എടുക്കുക. ഇത് നിങ്ങളുടെ സെയിം ഇതായിരിക്കും, 20 ml. അതിൽ നിന്ന് കുറെ ഇങ്ങനെ ഇത്രയും ഇടുക. കാണാമോ? 3 പ്രാവശ്യം ഇട്ട് ഞെക്കി അങ്ങനെ ഇടുക. നമ്മളെപ്പോഴും ഇത് തിരിച്ച് അടയ്ക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ചെയ്ത് അടയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആ ലോക്കിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുകയേ ചെയ്യാവുള്ളൂ. ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കരുത്, എങ്കിൽ അതിന്റെ ഇവിടെ നിന്ന് നമുക്ക് പൊട്ടി പെയിന്റ് എല്ലാം പുറത്തു പോകും. കുറച്ച് അങ്ങനെ ചെയ്യുമ്പോഴേക്കും എപ്പോൾ നമ്മൾ എടുത്താലും അത് വളരെ ലൈറ്റ് ആയിട്ട് അടച്ചു വെക്കാം. കറക്റ്റ് ലോക്കിൽ വീണോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഒരു പാത്രത്തിൽ, ഒരു വേസ്റ്റ് പാത്രത്തിൽ വെള്ളം കൂടെ എടുക്കണേ. ഇപ്പൊ വേണ്ട, ഞാൻ പറയുമ്പോൾ മതി. ഇനി അടുത്തത് നമുക്ക് സാബ് ഗ്രീൻ വേണം. സാബ് ഗ്രീൻ എടുത്തിട്ട് വളരെ കുറച്ച് മാത്രം സാബ് ഗ്രീൻ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ തൊട്ടെടുത്താൽ മാത്രം മതി. ഞാൻ തന്നെ വേണ്ട. കാണാമോ? ബ്രഷിന്റെ അറ്റത്ത് വളരെ കുറച്ച് മാത്രം. ക്ലിയർ ആണോ? കുഴപ്പമില്ല, മനസ്സിലാവും. വളരെ കുറച്ച് അതെടുത്ത് ഈ സ്കാർലറ്റിലോട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് നീങ്ങി നീങ്ങി പോകുന്നു. ഞാൻ പിടിച്ചു വെക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് യെല്ലോ ഒക്കെ ഈ മിക്സ് ചെയ്തല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാണാമോ? ശകലം കൂടെ വെള്ളം ചേർക്കാം. ഇത് രണ്ടുമാണ് നമുക്ക് ആദ്യം വേണ്ട കളറുകൾ. കാവിയാണ് നമ്മൾ ആദ്യം ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. യെല്ലോ ഒക്കെ അവിടെ ഇരുന്നോട്ടെ. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് പടം എടുത്ത് ഇങ്ങോട്ട് ഇട്ടോട്ടെ കേട്ടോ. ഇതെല്ലാം അടച്ച് പെയിന്റ് എല്ലാം അപ്പൊ തന്നെ അടച്ചങ്ങ് വെക്കണം. നമ്മുടെ ഏറ്റവും ചെറിയ ബ്രഷ് 000 കയ്യിലുണ്ടാവുമല്ലോ എല്ലാവരുടെയും. 000യുടെ ഷോർട്ട് ഹെയർ ഉണ്ടാവും, അതെടുക്കുക. ഇതേതെങ്കിലും ലോങ് ഹെയർ ആണുള്ളെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഏതായാലും എന്റെ ഒരു 000 ഷോർട്ട് ഹെയർ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത് വെച്ചാണ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്കാർലറ്റ് റെഡ് എടുക്കുക.
അതില് ഇത് വേണമെങ്കിൽ നമുക്ക് ഇത്രയും തന്നെ വെച്ച് യൂസ് ചെയ്യാതെ ഇതിനെ വേറൊരു ബോട്ടിലോട്ട് മാറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത്. ആവശ്യമാണ്. വേറൊരു കുഞ്ഞു ബോട്ടിൽ എടുക്കാം. ഇതേ ചെറിയൊരു ബോട്ടില്. അതിലേക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. ബാക്കി ആ വലിയ ബോട്ടിലുള്ളത് അങ്ങ് അടച്ചു വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതിലോട്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർക്കും. ശകലം ഒരുപാട് ഒഴിക്കാതെ അടപ്പിലോ മറ്റോ ചെറിയ സ്പൂണോ അടപ്പോ എന്തെങ്കിലും വെച്ച് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി കുറച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർക്കും. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ. നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ബ്രഷിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതോടുകൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി വരയ്ക്കാൻ നോക്കരുത് ഒരിക്കലും. ഇതിങ്ങനെ കട്ടയ്ക്ക് വന്നിങ്ങി വീഴും. അപ്പൊ എപ്പോഴും സൈഡിൽ വെച്ച് ഇങ്ങനെ തേച്ചതിന് ശേഷം എടുക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫുള്ള് പടത്തിന്റെയും ഔട്ട്ലൈൻ ഈ റെഡ് കാവി വെച്ചിട്ട് ഫുള്ള് പടവും ഔട്ട്ലൈൻ വരയ്ക്കണം. ഈ കൃഷ്ണന്റെ ബോഡി മാത്രം, ഈ കൈ ഇവിടുത്തെ ഈ ഭാഗം അവിടെ ഒന്നും വരയ്ക്കണ്ട. കാല് വരുമ്പോ അവിടെയും വരയ്ക്കണ്ട. ബാക്കി എല്ലാ പാർട്ടും നമുക്ക് ഈ റെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് കണ്ണ് തുടങ്ങാം. വരയ്ക്കുക. സാവകാശം വരച്ചാൽ മതി. കൃഷ്ണമണി വരയ്ക്കുമ്പോൾ നമ്മളത് ഫുൾ അങ്ങ് റെഡ് ആക്കും. സ്ലോ ആയിട്ട് പതുക്കെ ഇരുന്ന് വരയ്ക്കണേ. ഞാനിതിപ്പോ കാണിക്കുന്നതുകൊണ്ട് നിന്ന് വരയ്ക്കുകയാണ്. പതുക്കെ ചെയ്തില്ലെങ്കിൽ ഈ ലൈനൊക്കെ അങ്ങ് മാറിപ്പോകും. കറക്റ്റ് ആ ഓരോ ലൈനിലും കൂടി തന്നെ വരയ്ക്കണം. അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. വരയ്ക്കാൻ അറിഞ്ഞൂടാത്തവർ ചെയ്യുമ്പോൾ ഇവിടെ ഇടയ്ക്കൊരു വര ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി. അപ്പൊ അഥവാ എന്തേലും ചെയ്തു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു ബഡ് എടുക്കണം. നമ്മുടെ ജോൺസൺ ബഡോ അല്ലെങ്കിൽ ഈ കുറഞ്ഞ 5 രൂപയ്ക്കുള്ള ബഡ് കിട്ടും. ഇതെടുത്തിട്ട് നമുക്കിപ്പോ ഇവിടെ ഒരു മിസ്റ്റേക്ക്, അതിൻ്റെ ഒരു വെള്ളം വീണായിരുന്നു. അവിടെ ഒരു ചുമന്ന സ്പോട്ട് ഇത് ഇവിടെ വീണു, കാണാമോ? അതിന് നമുക്ക് തുടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇത് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അത് പോന്നിട്ട് ഉണങ്ങിയ സൈഡ് വെച്ച് അങ്ങ് പിടിച്ചെടുത്താൽ മതി. കണ്ടോ? അതുപോലെ ദേ ഇവിടെ പതുക്കെ തുടച്ചിട്ട് ഉണങ്ങിയ സൈഡ് വെച്ച് തുടച്ചു കൊടുക്കുക. ഇതിപ്പോ കുറച്ച് ഉണങ്ങിയിട്ടായാൽ പോലും അത് പൊക്കോളും. ഇതുപോലെ കുറച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. സാധാരണ ഞാൻ മാറ്റി വെച്ചാ ചെയ്യുന്നത്. ഇപ്പൊ കാണിക്കാനുള്ളതുകൊണ്ട് പടത്തിന്റെ മുകളിൽ ചെയ്തുകൊണ്ട് സംഭവിച്ചതാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇതുപോലെ അങ്ങ് മായ്ച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇതിന്റെ ഫുള്ള് ഔട്ട്ലൈനും ഈ റെഡ് വെച്ച് വരയ്ക്കുക. ഇനി അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി പണിയുള്ളൂ. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ചെയ്ത് തുടങ്ങാമോ? എല്ലാരും റെഡിയാണോ? കുറച്ച് നമുക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കി നമുക്ക് ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ ഒന്ന് വരച്ചു തുടങ്ങും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നോ നോക്കാം വരയ്ക്കുമ്പോ. ഓക്കെ. കൃഷ്ണ, എന്റെ ഈ പെയിന്റില് ലെമൺ യെല്ലോ ഇല്ല, കാഡ്മിയം യെല്ലോയേ ഉള്ളൂ. സ്കാർലറ്റിലേക്കില്ല? സ്കാർലറ്റിലേക്കില്ല? രണ്ട് റെഡ് ഇല്ലേ? ഫേബർ കാസ്റ്റിന്റെ ആണ് എന്റെ ഇരിക്കുന്നത്. ആണോ? മറ്റേ ലെമൺ യെല്ലോ ഇല്ല. അതിന് ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. യെല്ലോ ഓക്കർ മാത്രം മതി. അല്ല, യെല്ലോ ഓക്കർ മാത്രം മതി. വേണ്ട വേണ്ട, മാത്രം മതി. മറ്റേ സ്കാർലറ്റ് റെഡ് അല്ലേ? അതുണ്ടാവുമല്ലോ. ഓരോ കമ്പനിയുടെ വ്യത്യാസമാണത്. അത് അതില് നോക്കിയപ്പോ അത് കണ്ടില്ല. ഞാൻ സെപ്പറേറ്റ് വാങ്ങിപ്പിക്കാന്ന് വെച്ചപ്പോ എല്ലാം വലുതായിട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ സെറ്റ് എടുക്കാൻ പറയാമെന്ന് വിചാരിച്ചത്. സ്കാർലറ്റ് റെഡും ഇതിന്റെ കൂട്ടത്തിലില്ല. ഇല്ലയോ? അയ്യോ, ഇല്ല. അപ്പൊ അത് രണ്ട് സെപ്പറേറ്റ്. സ്കാർലറ്റ് റെഡ് ഇല്ലെങ്കിൽ അതെന്തായാലും വേണം നമുക്ക്. സ്കാർലറ്റ് റെഡ് എന്നും പറഞ്ഞുള്ള കളറ് സെറ്റിന്റെ ആണ്, സെറ്റ് ആയിട്ടുള്ളതേ. നമ്മൾ അതാണ് ശരി, ക്യാമലിന്റെ ഉണ്ടെന്ന് തോന്നുന്നു.
വാട്ടർ കളർ പറ്റൂലല്ലോ അല്ലേ മിക്സ് ചെയ്യാൻ? വാട്ടർ കളർ ഗാംബോജി ഉണ്ടോ? യെല്ലോ ഗാംബോജി. ഇല്ല, അതിലും ഇതേപോലെ തന്നെ കാഡ്മിയം യെല്ലോ ആണുള്ളത്. ഓ ശരി. അപ്പൊ എല്ലാ യെല്ലോ ഓക്കർ കളേഴ്സും മതി കേട്ടോ, യെല്ലോ ഓക്കർ മാത്രമായാലും മതി. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. യെല്ലോ ഓക്കർ മാത്രം ഇട്ടങ്ങ് അടിക്കാം അല്ലേ? മാത്രമായാലും മതി. ആ ഈ ബേൺഡ് ഓക്കർ അതൊന്നും ശരിയാവില്ല. ഇല്ല ബേൺസി തന്നെയോ? ആ, അത് വേണ്ട ബേൺഡ് ഓക്കർ എന്നും പറഞ്ഞിരണം ഇരിക്കുന്നു. അത് ഓ മെറൂൺ ശരി. ഷെയ്ഡാ. അത് വേണ്ട. അപ്പൊ യെല്ലോ ഓക്കർ മാത്രം വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ. അതെ. അല്ല, അല്ല, സ്കാർലറ്റ് ഔട്ട്ലൈൻ റെഡ് വേണ്ടേ? ചെയ്യേണ്ടത് നമ്മൾ അതെ സ്കാർലറ്റ് അത് അതെന്തെങ്കിലും ചേർക്കണം. ഔട്ട്ലൈൻ സ്കാർലറ്റ് നടക്കുള്ളൂ. റെഡും സ്കാർലറ്റ് റെഡും അതിലില്ല. അത് സെപ്പറേറ്റ് മേടിച്ചാൽ മതി. അപ്പൊ അത് വെച്ച് മറ്റേ മേടിച്ചിട്ട് 40 ml കിട്ടുള്ളൂ. 40 ml സെപ്പറേറ്റ് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചെറുത് കിട്ടാൻ വഴിയില്ല. നമ്മൾ ഈ സെറ്റ് ആയിട്ട് മേടിച്ചപ്പോ എല്ലാ കളേഴ്സും അതിൽ വരുമെന്നാണ് ഞാൻ അതിൽ വിചാരിച്ചത്. കാണുമെന്ന് വിചാരിച്ചു. അതെ. അപ്പൊ പലരും ഇത് ഫേബർ മേടിച്ചവർക്കാർക്കും അപ്പൊ അതില്ലായിരിക്കും. ഇല്ലായിരിക്കും. അപ്പൊ അതും കൂടെ മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൃഷ്ണ, അത് മിക്സ് ചെയ്യുമ്പോ അതിന്റെ ലൂസ് എങ്ങനെ വേണം എന്നുള്ളത് ഒന്ന് നല്ലപോലെ ലൂസ് ആക്കിക്കോളൂ. തിന്നായിട്ട് തന്നെ ഇരിക്കാം. വെള്ളം പോലെ. ഞാനിപ്പോ ചെയ്യുന്നില്ല, കൃഷ്ണ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഓക്കെ. കൂടെ നോക്കി നിൽക്കുമ്പോ അതാണ് നോക്കേണ്ടത്, ചെയ്യേണ്ടത്. അപ്പൊ കോൺസെൻട്രേഷൻ പോകും രണ്ടും കൂടി ആവുമ്പോഴേ. അതെ. ഒരു ഐഡിയ കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. വരയ്ക്കേണ്ടത് എങ്ങനെയാണുള്ളത്. സ്നേഹ സംസാരിക്കാമോ? പറയൂ. ഓക്കെ കൃഷ്ണ, പിന്നെ ഇത് മിക്സ് ചെയ്യണ്ടേ ഒന്ന് ഏതൊക്കെയാന്നൊന്ന് പറയൂ. എന്റെ ഈ സെറ്റിനകത്തുള്ളത് നമുക്ക് എടുക്കണ്ടേ ലെമൺ യെല്ലോ ഉണ്ട്. ലെമൺ യെല്ലോ അതിന്റെ നമ്പർ 236 ആണ്. അത് കുഴപ്പമില്ല, ലെമൺ യെല്ലോ ഒന്നേ വരുവുള്ളൂ. പിന്നെ ഉള്ളത് പിന്നെ യെല്ലോ ഒക്കറി. യെല്ലോ ഒക്കറി 492. അതല്ലേ നമ്മൾ കൂടുതൽ എടുക്കണ്ടേ? അതെ, യെല്ലോ ഒക്കറാണ് കൂടുതൽ, ലെമൺ യെല്ലോ കുറച്ച് മതി. ഒന്നും കൂടെ ഒന്ന് കാണിക്കുവോ? എല്ലാവർക്കും അത് ആവശ്യം ഉണ്ടാവുമായിരിക്കും. എന്തുവാണ് മിക്സിംഗ്? നമ്മളെ രണ്ട് ഇതിലായിട്ട് മിക്സിങ് അത് കുറച്ച് ഓൾറെഡി മിക്സ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ എനിക്കത് വേസ്റ്റ് ആവും. അല്ലേ? ഓക്കെ എന്നാ ഞാൻ പിന്നെ മറ്റേ സ്കാർലറ്റ് 394 അതല്ലേ? നമ്പർ കുഴപ്പമില്ല, ഈ സ്കാർലറ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണേ വരുവുള്ളൂ. പിന്നെ സാപ്പ് ഗ്രീൻ ഒരു ശകലം ബ്രഷിന്റെ അറ്റത്ത് ഒരു കുറച്ചെടുത്തിട്ട് സ്കാർലറ്റിലോട്ട് മിക്സ് ചെയ്യണം. ഓക്കെ. നല്ലപോലെ വെള്ളത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വളരെ ലൈറ്റ്. അതെ, ഇതുപോലെ പതിയണം. നമ്മളെ വരച്ച് നോക്കുമ്പോഴേ തീരെ അങ്ങ് കട്ടിയാക്കണ്ടെന്നേ ഉള്ളൂ. വളരെ ലൈറ്റ് ആയിട്ട്. പക്ഷേ വെള്ളം ചേർക്കുന്ന വളരെ സൂക്ഷിച്ചൊഴിക്കണം. എടുത്തങ്ങ് ഒഴിച്ചിട്ട് തീരെ വെള്ളമായാലും കൊള്ളൂല. ഓക്കെ. ശരി. അത് പിന്നെ എന്നാലും അത് ഇതിപ്പോ അടിക്കുമ്പോ വളരെ ലൈറ്റ് ആണല്ലോ, അപ്പം പിന്നെ വളരെ ഇത് ഞാൻ വീണ്ടും വെള്ളം ചേർത്തിട്ടാണ് ഈ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത ഇത്രയും ലൈറ്റ് അല്ല, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ വീണ്ടും വെള്ളം ചേർത്തിട്ടാണ് ഈ ഔട്ട്ലൈൻ. അതൊന്ന് അതിന്റെ ഇത് കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാമോ? ആദ്യം നമ്മൾ ഇത് ചെറിയ ബോട്ടിലിൽ മാറ്റുന്നതിന് മുമ്പുള്ളതൊന്ന് കാണിക്കാമോ? മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ നമ്മൾ കാണിക്കുമ്പോഴേ അറിയാൻ പറ്റുമെന്നല്ലേ? ചെയ്യുന്നത് കൊണ്ട് കാണാവോ? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാണാം, എന്നാലും ഒരുപാട് ഇതാവുന്നില്ല അല്ലേ? ഓക്കെ. ഇത് നമ്മൾ ആദ്യം മിക്സ് ചെയ്തതാണ്. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. പക്ഷെ നമ്മൾ ഇതിലോട്ട് ഈ ഔട്ട്ലൈനിന് മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്ത് ചെയ്യുന്നത്. കാരണം അത് കുറച്ച് ഇതായിട്ട് ചെയ്യുമ്പോൾ ആദ്യമേ തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ. കളർ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായി പോകും. ഒന്ന് ലൈറ്റ് ആയിട്ടിരുന്നാ മതി. ഓക്കെ ശരി, നോക്കാം.
ശരി ഉം. എന്നാ. ഈ കൃഷ്ണന്റെ ബോഡി വരയ്ക്കേണ്ട കാര്യം ഈ വള മാത്രം വരച്ചാൽ മതി. ബോഡി നമ്മൾ കൃഷ്ണൻ ബ്ലൂ ആയതുകൊണ്ട് നമുക്ക് റെഡ് ഇട്ട് ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും. ഉം. ആ, ഇതില് ഏത് ബ്രഷ് എടുക്കാനാണ് പറഞ്ഞേ? 000. അത് എവിടെ ഇരിക്കും? ബ്രഷിന്റെ ഏത് ഭാഗത്തിരിക്കും? ഇത് 000 എന്ന് എഴുതിയിരിക്കും, കണ്ടോ? ആ കാണുന്ന തന്നെയാണോ? ഇതാണ് ഈ നമ്പർ. ഇതിന്റെ ഷോർട്ട് ഹെയർ ഉണ്ടെങ്കിൽ അത് മതി. ഇത് നീളമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുക, എന്റെ ഒരു ഷോർട്ട് ഹെയർ ഇല്ല. ഓക്കെ ഓക്കെ. വളരെ അതായത് നൈസായിട്ട് പറ്റണം, ഒരുപാട് കട്ടിക്ക് പറ്റാൻ പാടില്ല, അതാണ്. ഇത് കറക്റ്റ് ആയിരിക്കും ഈ ചെറുത്. ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇത് അങ്ങനെ വരച്ചു വെക്കുന്നത്. അപ്പൊ ഈ ഏറ്റവും ചെറുത് നോക്കിയാൽ മതി അല്ലെ? നല്ല അതെ, അത്രേ ഉള്ളൂ. നീളം കുറഞ്ഞത്. ഓക്കെ ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇങ്ങനെ അടുത്ത് വച്ചിട്ട് സൂക്ഷിച്ച് ചെയ്യണം. കൃഷ്ണ, ആ എന്റെ അടുത്ത് മറ്റേ എന്താണ് ലെമൺ യെല്ലോ, ഇനിയിപ്പോ ആദ്യം പറഞ്ഞില്ല, കുട്ടി പറഞ്ഞ തന്നെ സ്കാർലറ്റ് ലൈക്ക് ആണ്, റെഡ് ആണ് സ്കാർലറ്റ്. അല്ലോ അല്ലേ? അതെ. പിന്നെ സാപ്പ് ഗ്രീൻ. ആ അങ്ങനെ വേറൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു. അതെ അതെ, യെല്ലോ ഓക്കറാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ഓക്കെ. വരെയൊക്കെ നമുക്ക് കുറച്ചിങ്ങനെ കറക്റ്റ് എല്ലാം തോന്നുമ്പോൾ ഈ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ആക്കി അങ്ങ് വരച്ചോണ്ടാ മതി. ചില റൗണ്ടൊക്കെ നമുക്ക് കറക്റ്റ് റൗണ്ട് അല്ലാതിരിക്കും. ദേ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ കേറിപ്പോയിരിക്കുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ ഒന്ന് ഇവിടെ തമ്മിലുള്ള ഇത് കണ്ടോ, ഏകദേശം ഒരുപോലെ വരുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഇതും ഈ ലൈനൊക്കെ ഇങ്ങനെ കോണിയൊക്കെ പോയിട്ടുണ്ട്. അത് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാം. കൃഷ്ണ, ഒരു ചെറിയൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മൾ ഈ റെഡ് പറയൂ. ഉണ്ടാക്കിയില്ലേ, അപ്പൊ യെല്ലോ ഓക്കറിന് എത്ര ഇതിലേക്ക് ഒഴിക്കണം? ഒരു യെല്ലോ തുള്ളി ഓക്കർ ഒഴിച്ചാൽ മതി? തുള്ളിയല്ല, കുറച്ച് കൂടുതൽ ഒഴിക്കാം. ആയിക്കോട്ടെ. കാവിയാണ് നമുക്ക് വേണ്ടത്. സ്കാർലറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും റെഡ് അല്ലേ? കാവി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ ഓക്കർ ചേർക്കുന്നത്. ഓക്കെ, താങ്ക് യു. വരച്ച് വരുമ്പോൾ കളർ പോരാൻ തോന്നുന്നെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ സ്കാർലറ്റ് ചേർക്കാം, തീരെ കളർ കുറച്ച് വേണ്ടാന്നുള്ളവർക്ക്. ഹലോ കൃഷ്ണ, ആ ഈ റെഡ് കളർ ഉണ്ടാക്കുന്നത് സ്കാർലറ്റ് ലൈറ്റും പിന്നെ ഈ സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തു. അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആദ്യം മിക്സ് ചെയ്ത യെല്ലോയും കൂടെ ചേർക്കും. നല്ല നല്ല റെഡാണ് അന്നേരം. സ്കാർലറ്റ് അത് റെഡ് ആണല്ലോ. അതിൽ യെല്ലോ ഓക്കർ ചേർക്കുന്ന ആ റെഡിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, കാവി വരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം അത് മിക്സ് ചെയ്യണം അല്ലേ? അതെ 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 അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതുപോലെ അങ്ങ് വരച്ച് പോയാൽ മതി കേട്ടോ. കൃഷ്ണന്റെ ബോഡി വേണ്ട. ഇത് ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചു വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും കേട്ടോ. കളറൊക്കെ
ഇതുപോലെ വരച്ചോളുമല്ലോ അല്ലേ എല്ലാവരും? എന്ന് പറഞ്ഞ കളർ എടുത്താ മതിയോ? ഈ ഏതാണ് ഏതാണ് ഈ ഔട്ട്ലൈൻ വരയ്ക്കാൻ ബേൺ സിയന്ന മതിയോ? അയ്യോ പോരാ 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 ബെൻസിയന വേണ്ട. ഇങ്ങനെ ഇത് തന്നെ ഉണ്ടാക്കണം അല്ലേ? അത് നമ്മൾ മരത്തിനൊക്കെയാണ് എടുക്കുന്നത്. മേഡം ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാ ഔട്ട്ലൈനും ഈ റെഡ് ഉപയോഗിച്ച് കൃഷ്ണന്റെ ബോഡി മാത്രം വേണ്ട. ദേ ബോഡി, കയ്യ്, വിരല്, പിന്നെ കാല് വരും, പാദം, അത് ഫേസ് നമുക്ക് ഔട്ട്ലൈനും ഈ കണ്ണൊക്കെ വരയ്ക്കാം. പക്ഷെ ഈ ഔട്ട്ലൈൻ ഇവിടെ വേണ്ട. മനസ്സിലായോ? കണ്ണും ചുണ്ടും വരയ്ക്കാം. കയ്യ, വിരല്, പാദം അല്ലേ? അതെ. ബോഡി. ഓടക്കുഴലിന്റെ ഔട്ട്ലൈനില്ല ഓടക്കുഴൽ വരയ്ക്കാം വരയ്ക്കാം. ആ മറ്റേ ഹാരം ഒക്കെ ഇല്ലേ? മറ്റേ ഒരു താമര പോലത്തെ ഹാരം, അതൊക്കെ എടുക്കാമല്ലോ. അതെല്ലാം വേണം. അപ്പൊ പിന്നെ മറ്റേ നാമമോ? കൃഷ്ണന്റെ നെറ്റിയിലുള്ള നാമം വരയ്ക്കണം ഔട്ട്ലൈൻ. അതും വരയ്ക്കാം. ആ പ്രഭ പോലെയുള്ളത് വേണ്ട അല്ലേ? മയിൽപീലി വരയ്ക്കാം. മയിൽപീലിയോ? മയിൽപീലി വേണം. ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണന്റെ ബോഡി എവിടെ വരുന്നോ അവിടെ കണ്ണും ചുണ്ടും ഒഴിച്ച് കൃഷ്ണന്റെ ബോഡി എവിടെ ഉണ്ടോ അവിടെ ഒന്നും വരയ്ക്കണ്ട. പശുവിനെ വരയ്ക്കാമോ? പശുവിനെ വരയ്ക്കാം. പക്ഷെ വൈറ്റ് ആണ് അതിന്റെ ഔട്ട്ലൈൻ. എപ്പോഴും നമ്മൾ റെഡ് ആണ് കൊടുക്കുന്നത്. റെഡ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ യെല്ലോയും കൊടുക്കാം. ഓക്കെ. അപ്പൊ മരവും ഒക്കെ വരയ്ക്കാം അല്ലേ? വരയ്ക്കാം. താങ്ക് യു. ഹലോ, കേൾക്കാമോ? ഞാൻ ഔട്ട്ലൈൻ എല്ലാം വരച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഡൗട്ട് ഔട്ട്ലൈനിലുള്ളത്. അപ്പൊ നമ്മുടെ മരം വരച്ചു അപ്പൊ ഇതുണ്ടല്ലോ, ലീഫൊക്കെ ഇല്ലേ മരത്തിന്റെ അകത്തല്ലേ? ലീഫ് വരയ്ക്കണ്ട. അപ്പൊ നമുക്ക് അത് ശരിക്കും നമുക്ക് വരക്കാൻ അറിയാത്ത ആൾക്കാർക്ക്, അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ നമ്മളപ്പോ അത് ലീഫ് വരയ്ക്കുമ്പോ പ്രയാസം വരൂല. നമ്മൾ ശരിക്കും ബ്ലാക്ക് ഇട്ടേ വരയ്ക്കുള്ളൂ. അതെയോ? ബ്ലാക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അഥവാ അങ്ങനെ പറ്റൂല എന്നുണ്ടെങ്കിൽ വരച്ച കുഴപ്പമൊന്നുമില്ല. ഭയങ്കര മെനക്കേടല്ലേ വരയ്ക്കണം. പറ്റില്ല, തനിയെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ആ ഡൗട്ട് കാരണം ഞാൻ പിന്നെ പെയിന്റിന്റെ ഇതൊക്കെ ഇല്ല, അത് ഒന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഇന്നലെ കേട്ട് മനസ്സിലാക്കി. പെയിന്റ് ചെയ്തിട്ട് വരയ്ക്കുമ്പോഴും കറക്റ്റ് അതേ ലൈനിൽ കൂടെ തന്നെ ബ്ലാക്ക് ഇട്ട് വരയ്ക്കണം എന്നേ ഉള്ളൂ. ഓക്കെ. അത് നമുക്ക് ഏറ്റവും അവസാനം വരുന്നതായിരിക്കും. കംപ്ലീറ്റ് പടം. ഓക്കെ. അപ്പൊ സ്കെയിലും അതുമല്ലോ ഇല്ല. അപ്പൊ ഞാനിപ്പോ ബാംഗ്ലൂരാണ്. അപ്പൊ യാത്രയെല്ലുമാണ്. അപ്പൊ അത് കാരണം ഇത് ഔട്ട്ലൈൻ മാത്രം വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ ഇത് അപ്പം നമ്മൾ ബാക്കി ഇപ്പം ഈ പറഞ്ഞത് ഇപ്പം കൃഷ്ണന്റെ ബോഡി മാത്രം ഇത് വേണ്ട, കളറ് കൊടുക്കണ്ട, ബാക്കിയെല്ലാം ഔട്ട്ലൈൻ ഇത് കാവി കളറ് അല്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. സുധാന്റി. കൃഷ്ണ, കൃഷ്ണന്റെ മൂക്ക് ഔട്ട്ലൈൻ ചെയ്യാമോ? മൂക്കും വേണ്ട. ഞാൻ ഓർമ്മിക്കാതെ ഞാൻ വരച്ചു പോയി. പക്ഷെ വേണ്ട. അതാ ഞാൻ ചോദിച്ചേ. വേണ്ട. ചുണ്ടും കണ്ണും മാത്രം മതി. അതുപോലെ ഈ പശുവിന്റെ കണ്ണും എല്ലാം എല്ലാ പാർട്ടും വരയ്ക്കാലോ? എല്ലാം വരയ്ക്കാം. പിന്നെ കൃഷ്ണന്റെ ഈ മുടി വരുന്നിടത്തോ? അവിടെയും വരയ്ക്കാം. ഔട്ട്ലൈൻ വരയ്ക്കാം. മുടിയുടെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കില്ല, അത് വരയ്ക്കാം. പിന്നെ ട്രീയുടെ ആ ബാർക്ക് മാത്രമല്ലേ വരയ്ക്കാവൂ? ലീവ്സ്, ബഞ്ച് ഓഫ് ലീവ്സിൽ വരയ്ക്കണ്ടല്ലോ? റൗണ്ട് ഔട്ട്ലൈൻ അത് ഇത് വെച്ച് വരയ്ക്കാമോ? വരയ്ക്കാം. പിന്നെ പച്ച കൊടുത്താൽ മതിയോ? പച്ച അതിന് കുഴപ്പമില്ല. നമുക്ക് കൃഷ്ണന്റെ ബോഡിയാണ് മെയിൻ ആയിട്ട്. അപ്പൊ ലീഫ് കുഴപ്പമില്ല. ഇലയിലും ആ ബ്രാഞ്ചസിലും എല്ലാം കൊടുക്കാം. ശരി. താങ്ക് യു. ലൈറ്റ് ആയിട്ടേ പക്ഷെ വരയ്ക്കാവുള്ളൂ. വളരെ ലൈറ്റ്. നമുക്ക് അറിയാൻ വേണ്ടിട്ട് മാത്രം. ചിലത് വരയ്ക്കുമ്പോ ആ ലീഫിന്റെ ബഞ്ച് നമ്മളിങ്ങനെ കറക്റ്റ് റൗണ്ട് ആയിട്ടോ ഇറഗുലർ ആയിട്ടോ ലീഫിന്റെ പാറ്റേൺ പോലെ? കുഴപ്പമില്ല. കറക്റ്റ് റൗണ്ട് വരയ്ക്കാം. അങ്ങനെ ഇറഗുലർ ആയിട്ട് മതി. വരച്ചോ? തനിയെ വരച്ചതല്ലേ ഡോക്ടർ? അതെ. ഞാൻ ജസ്റ്റ് ഞാൻ ആ ബാർക്ക് പ്രോമിനന്റ് ആയിട്ട് നിങ്ങളോട് ഞാൻ ആ ബാർക്കൊക്കെ അങ്ങ് ഒഴിവാക്കി. ബാർക്കെല്ലാം അടിയിൽ കൂടെ ആക്കി. നമ്മൾ ഈ പടം നോക്കുമ്പോ ബാർക്കല്ലേ ഒരുപാട് കാണുന്നത്. ഈ മ്യൂറൽ ചിത്രത്തിന്റെ ഒരു ഇതാണ്. ഞാൻ അതുകൊണ്ട് ബാർക്ക് കുറച്ചിട്ട് ലീഫ് ബഞ്ച് കൂടുതൽ വരച്ചു.
ഓക്കെ ഓക്കെ. അതൊന്ന് ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാൻ പറ്റുമോ വരച്ചത്? തെളിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ. ആ, ഞാൻ ഇത് കുറച്ച് ആ, ആ നല്ലതായി. ലീഫ് മൊബൈല് കയ്യിലെടുത്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല അല്ലേ? മുഖത്തോട്ട്. ആ, കൊള്ളാം, നല്ല രസമുണ്ട് വരച്ചത്. താങ്ക് യു. നന്നായിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഇച്ചിരി മാറ്റി മുഖമൊക്കെ. ആ, കൊള്ളാം, നല്ല രസമുണ്ട് വരച്ചത്. വേറെ ഡോക്ടർ ചെയ്യാറുണ്ടോ? പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ഞാൻ ആളാണോ? പോർട്രേറ്റ് ഒക്കെ വരയ്ക്കാറുണ്ട്. ശരി. സമയം കിട്ടുന്ന എവിടെയെങ്കിലും? എല്ലാം കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കും. ശരി കൃഷ്ണ, താങ്ക് യു. കണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, കൊള്ളാം, നന്നായിട്ട്. ഞാൻ ബോർഡർ വരച്ചല്ലോ അല്ലെ? ബോർഡർ വരച്ച് ബോർഡർ പക്ഷെ കട്ട് ചെയ്യാൻ എന്റെ സ്കെയിലില്ല, അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, കട്ട് ചെയ്യണ്ട, ക്യാൻവാസ് കട്ട് ചെയ്യരുത്. ഇല്ല അല്ല, ഒരു വരയിടണ്ടേ? ഔട്ട്ലൈൻ എന്തോ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? വരയിടുന്നത്. ആ, അതെ, അതിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആദ്യം ബോർഡർ വരയ്ക്കണം.